തൃശൂരിലെ ATM കൊള്ളക്കാർ കണ്ടെയ്നറിൽ രക്ഷപ്പെടാൻ ശ്രമം. പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തൃശൂരിലെ ATM കൊള്ളക്കാർ തമിഴ്നാട്ടിൽ അറസ്റ്റിലായി. സംഘം കണ്ടെയ്നറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. 6 അംഗ സംഘമാണ് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത്. പോലീസുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ് ഒരാൾ വെടിയേറ്റ് മരിച്ചത്. ഒരാൾ വെടിയേറ്റ് പരിക്കേറ്റ നിലയിലുമായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. പ്രതികൾ പിടിയിലായത് തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നുമാണ്. പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ച കണ്ടെയ്നർ 2 ബൈക്കുകളെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് തമിഴ്നാട് പോലീസ് പിന്തുടർന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇതിനിടയിൽ കണ്ടെയ്നറിൽ നിന്നും പോലീസ് സംഘത്തിന് നേരെ വെടിവെപ്പുണ്ടായി. തുടർന്ന് പോലീസ് സ്വയരക്ഷയ്ക്കായി വെടിയുതിർക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചത്. മോഷണ ശ്രമത്തിന് ഉപയോഗിച്ച വെളുത്ത നിറത്തിലുള്ള കാറിലാണ് സംഘം രക്ഷപ്പെടാൻ ഒരുങ്ങിയത്. കാർ കണ്ടെയ്നറിനുള്ളിൽ നിന്നും കണ്ടെത്തി. 6 അംഗ സംഘമാണ് തമിഴ്നാട്ടിൽ പിടിയിലായത്. തൃശൂരിലെ 3 ഇടങ്ങളിലുള്ള ATMകളാണ് സംഘം കൊള്ളയടിച്ചത്. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATMകളാണ് കൊള്ളയടിച്ചത്. CCTV ക്യാമറകളിൽ കറുത്ത സ്പ്രേ പെയിന്റ് അടിച്ചായിരുന്നു ATM കൊള്ള നടത്തിയത്. പുലർച്ചെ 3-നും 4-നും മധ്യയായിരുന്നു കവർച്ച. 3 ATMകളിൽ നിന്നായി കവർച്ച നടത്തിയ 60 ലക്ഷത്തിലധികം രൂപ കണ്ടെയ്നറിനുള്ളിൽ നിന്നും കണ്ടെത്തിയതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്.